ഹലോ ഗൈസ്, അപ്പം ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് കൊണ്ട് നമുക്കൊരു എക്സാം പാഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു എക്സാം പാഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊരു ഗ്രിഡാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു സ്കെച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ആൽക്കഹോൾ മാർക്കറാണ്. അപ്പം ഞാൻ ഇതുപോലെ ഗ്രിഡ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഗ്രിഡൊക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതിൽ എക്സ്ട്രാ ഒരു കാർഡ്ബോർഡ് ജസ്റ്റ് ഒന്ന് കട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാർഡ്ബോർഡ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കുക. എനിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പൊതിഞ്ഞെടുക്കാം. പക്ഷേ നമുക്കിത് ഇതുപോലെ കിട്ടും. പുറകെ നമുക്ക് വേറൊരു വൈറ്റ് ഷീറ്റ് എടുക്കുക. ഇതുപോലെ ഇങ്ങനെ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. ഞാൻ പുറകും ഇതുപോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിത് തുണി വിരിക്കുന്ന മറ്റേ ഇതുണ്ടെങ്കിൽ ഇതായിരിക്കും ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതെടുത്ത് വെച്ചാൽ ഓക്കെ ആവും. ഇവിടെ വെക്കാം, അവിടെയാണ് ഇച്ചിരി കട്ടിയുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു കാർഡ്ബോർഡ് എടുത്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കാം. നമുക്ക് കാർഡ്ബോർഡ് എടുക്കാം. 2 കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ പ്ലക്ക് ചെയ്ത് ഇങ്ങനെ വെക്കണം. നമുക്ക് 2 കാർഡ്ബോർഡിലും ഞാൻ പേപ്പറൊക്കെ ഒട്ടിച്ചാണ് വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഭംഗിക്ക് ചുമ്മാ ഒട്ടിച്ചു കൊടുക്കാം. വേണം നമുക്കൊന്ന് ബി കൊടുത്തേക്കാം. ബണ്ണിയുടെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ബി കൊടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കണം. ഇപ്പം ഫസ്റ്റ് വൺ ഫെവിക്വിക്ക് എടുക്കണം. നല്ല ഒട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഫെവിക്വിക്ക് ഇങ്ങനെ നമുക്കൊന്ന് ഒട്ടിച്ച് ഒരെണ്ണം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. നോക്കട്ടെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒട്ടിച്ച് ഇവിടെയും കൂടെ ഒട്ടിക്കുക. ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് കണ്ടു. അപ്പം നമുക്കിതിങ്ങനെ മറഞ്ഞു കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ കയറ്റി വെക്കണം. സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തത് ഇതുപോലെ ഇത് രണ്ടിനും നമുക്കിങ്ങനെ ഒട്ടിച്ചൊക്കെ കൊടുക്കാം. ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്കിനി പേപ്പറൊക്കെ വെച്ച് നമുക്കിത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാൻ ഈ ഒരു സെയിം മീഡിയം ഇച്ചിരി വലിപ്പമുള്ള പേപ്പറാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്കിങ്ങനെ കയറ്റി നോക്കാം. അപ്പോൾ ഇതുപോലെ സെറ്റപ്പ് എക്സാം പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.